മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിയതുപോലെ അവർ നിങ്ങളെയും മനസ്സിലാക്കുമെന്ന് ചിന്തിക്കുന്നത് ആണ് ഏറ്റവും വലിയ പരാജയം. ഭയന്ന് ഓടരുത്. ഒരിക്കൽ ഓടിയാൽ ജീവിതാവസാനം വരെ ഓടേണ്ടി വരും. എന്തിനേയും ഭയപ്പെടാതെ നേരിടുക. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. യാചിക്കുന്നവൻ്റെ മുന്നിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നിങ്ങൾ യാചിക്കുകയും അരുത്. ഭക്തരെ, ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാകുക. എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന വിഡ്ഢിയാകാതിരിക്കുക. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നീയാവുക. നിന്നെ വേണ്ടാത്തവർ നിന്നെ തേടി വരുന്ന ഒരു നാൾ വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവർ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടത്തിൻ്റെ പകുതിയെങ്കിലും അവർക്ക് നിങ്ങളോട് ഉണ്ടാകണം. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൽ ചിലർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നിസ്സാരമായി പറയുന്ന വാക്കുകൾ പോലും നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത്. ഭക്തരെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാവൂ. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെയും മറ്റൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ഭാരമായി തോന്നില്ല. സ്നേഹമില്ലെങ്കിൽ എല്ലാം ഭാരമായി തോന്നും. മടുക്കുവോളം ആകരുത്, മരിക്കുവോളം ആകണം എല്ലാ ബന്ധങ്ങളും. ചേർത്ത് പിടിക്കാൻ നല്ലൊരു സ്നേഹമുണ്ടെങ്കിൽ, ആശ്വാസവാക്ക് ഉണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.